ജയിച്ചു പോകുന്ന ഏത് കോൺഗ്രസ്സുകാരനും നാളെ നേരം വിളിക്കുമ്പോൾ BJP ആകാം. ഇതാണ് സ്ഥിതി. തെളിവൊന്നും വേണ്ടല്ലോ. ഇന്നും കാണും വലിയവർ BJPക്കാർ ആയി മാറിയ കാഴ്ച കോൺഗ്രസിൽ നിന്ന്. കൊച്ചാൾക്കാരൊന്നുമല്ല. പത്മജയും മറ്റേ ആൻ്റണിയുടെ മോനും ഒന്നുമല്ല. ആൻ്റണിയുടെ മോനൊക്കെ എന്താ പറയുന്നത്? പേപ്പറിലൊക്കെ വാർത്ത വരുന്നുണ്ട്. ചെറുപ്പത്തിലെ കള്ളത്തരം പിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ചാടി വീണെന്നാണ് പറയുന്നത് ആ വാഷിംഗ് മെഷീനിലേക്ക്. BJP ഒരു വാഷിംഗ് മെഷീനിലൂടെ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. അതിലേക്ക് ചാടി വിടുകയാണ് കോൺഗ്രസ്സുകാർ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി. അതൊന്നും ആരുമേ അല്ല. പക്ഷെ വലിയ വലിയ കോൺഗ്രസ്സുകാർ, മുൻ മുഖ്യമന്ത്രിമാർ, മുൻ കേന്ദ്രമന്ത്രിമാർ, വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ, അങ്ങനെ കോൺഗ്രസിൻ്റെ വലിയ PCC പ്രസിഡന്റുമാർ, അവരെല്ലാമാണ് രാഖി രാമാനം BJP ആയത്. അതുകൊണ്ട് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നല്ല പറയേണ്ടത്. അത് ശരിയല്ല. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ശരിയെന്താ? ഇന്നത്തെ കോൺഗ്രസ് ഇന്നുച്ചയ്ക്ക് BJP ആണ്, നാളെ ആകണ്ട. ഇന്നത്തെ കോൺഗ്രസ് ഇന്നുച്ചയ്ക്ക് BJP ആണ്. ഞാനിത് പറയുന്നത് എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വേണ്ടി ഒരു വലിയ വക്കീൽ എൻ്റെ കൂടെയുണ്ട്. ഒരു വലിയ വക്കീൽ, സുപ്രീം കോടതിയിലെ വക്കീൽ. ആ വക്കീലിൻ്റെ പേര് മനു അഭിഷേക് സിംഗ്വി എന്നാണ്. അദ്ദേഹം രാജ്യസഭയിലെ ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകനാണ്. കാലാവധി തീരാറായി. അതുകൊണ്ട് കോൺഗ്രസ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി ഹിമാചൽ പ്രദേശിൽ. കോൺഗ്രസിന് ജയിക്കാൻ വേണ്ട അംഗസംഖ്യയുണ്ട് ഹിമാചൽ അസംബ്ലിയിൽ. ഉറപ്പായും ജയിക്കുമെന്നുറപ്പുള്ള ഒരാളായതുകൊണ്ട് അഭിഷേക് സിംഗ്വി ജയിക്കേണ്ട ആളാണെന്ന് നിർബന്ധമായും അവർക്ക് ബോധവേദനയിലാണ് ജയിക്കുന്ന ഗുജറാത്തിൽ കൊണ്ടുപോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത്. ഹിമാചലിൽ സ്ഥാനാർത്ഥിയാക്കിയത്. ഹിമാചലിലേക്ക് ജയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മനു അഭിഷേക് സിംഗ്വി തോറ്റുപോയി. ആ തോൽവിയെപ്പറ്റി അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത്. എന്താ അദ്ദേഹം പറഞ്ഞത്? തലേന്ന് രാത്രി കോൺഗ്രസ് പാർട്ടി ഒരുക്കി അത്താഴ വിരുന്നുണ്ടായിരുന്നു എല്ലാ MLA മാർക്ക് വേണ്ടി. ഇലക്ഷൻ്റെ ഭാഗമായി തന്നെ ആ അത്താഴത്തിൽ ഇവരെല്ലാവരും പങ്കെടുത്തു. പിറ്റേന്ന് രാവിലെ, വോട്ടിംഗ് ഡേ രാവിലെ, കോൺഗ്രസ് MLA മാർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ്. അതൊരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു. വോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, എങ്ങനെയൊക്കെയാണ് ഓർഡറൊക്കെ പറയും. അതിനുവേണ്ടി കൂടിയ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങിലും അവർ പങ്കെടുത്തു. അത് 10:30 മണിക്ക് കഴിഞ്ഞു. 11 മണിക്കാണ് പോളിംഗ് ആരംഭിക്കുന്നത്. ആ സമയത്ത് അവർ BJP ആയി. 10:30 മണി വരെ കോൺഗ്രസ്, 11 മണിക്ക് BJP. ഇതാണ് കോൺഗ്രസ്. അതുകൊണ്ട് ഈ ചോദ്യം റിലവൻ്റാണ്. BJP ആകില്ല എന്നുറപ്പുള്ള, മോദിക്ക് വേണ്ടി കൈവെക്കില്ല എന്നുറപ്പുള്ള എത്ര പേരുണ്ട് ഇന്നത്തെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥികളായി? ആരുണ്ട്? ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ? RSSന് ശാഖ ആരംഭിക്കാൻ വേണ്ടി സഹായം വേണ്ടിവന്നപ്പോൾ ഞാൻ ആ സഹായം കൊടുത്തു എന്ന് പറയുന്ന ആളാണ് ഒരു സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ കണ്ണൂർ സ്ഥാനാർത്ഥി. വേണ്ടി വന്നാൽ ഞാൻ BJP ആകും, നിങ്ങൾക്കെന്താ എന്ന് വെല്ലുവിളിച്ചാലാണ് ആ സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥി. അത് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി. വേറൊരു വലിയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുണ്ട് തിരുവനന്തപുരത്ത്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം വിശ്വപൗരനാണ്. വലിയ ആളാണെന്നാണ് പറയുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറയുകയാണ്, ബാബറി മസ്ജിദ് എല്ലാ ആദരവോടും കൂടി ബാബറി മസ്ജിദ് അടിയോടെ എടുത്ത് മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്ന കാര്യം മുസ്ലിം സഹോദരങ്ങൾക്ക് ചിന്തിക്കാവുന്നതായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. എന്താ അതിൻ്റെ അർത്ഥം? അതിനർത്ഥം ആ സ്ഥാനത്ത് ക്ഷേത്രം പണിതേ തീരുവെന്ന BJP രാഷ്ട്രീയം, RSS വാദം ശരിയാണെന്ന് പറയുകയാണ്.
ഇത് ആരെ പറഞ്ഞാലും കൊള്ളാം, ഇത് നെഹ്റുവിൻ സ്റ്റാൻഡല്ല, ഇത് പഴയ കോൺഗ്രസ് സ്റ്റാൻഡല്ല. ഞാൻ അടിവരയിടുന്നു, പഴയ കോൺഗ്രസ് സ്റ്റാൻഡല്ല. പഴയ കോൺഗ്രസ്സിന് ചിന്തിക്കാനാകാത്ത പുതിയ കോൺഗ്രസ്സാണിത്. നെഹ്റുവിൻ്റെ കാലത്തെ കോൺഗ്രസ് ഇത് കേട്ടാൽ തല്ലും പറഞ്ഞാളെ, തല്ലും പറഞ്ഞാളെ. എവിടെ പോയി ആ കോൺഗ്രസ്? ഗാന്ധിജിയെ മറന്ന കോൺഗ്രസ്, നെഹ്റുവിനെ ഒറ്റുകൊടുക്കുന്ന കോൺഗ്രസ്. ആ കോൺഗ്രസ് നേരിടുന്ന അഗാധമായ ആശയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് നമ്മൾ കാണുന്നത്. ഈ പറഞ്ഞ ബാബറി മസ്ജിദ് അടിയോടെ മാറ്റാൻ വേണ്ടി വധിച്ച BJP രാഷ്ട്രീയം പറഞ്ഞ ഇതേ കോൺഗ്രസ് സ്ഥാനാർത്ഥി വേറൊന്നും കൂടെ പറഞ്ഞു. പലസ്തീനെ പറ്റിയാണ്. പലസ്തീൻ ലോകത്തിൻ്റെ മുറിവാണ്, നിത്യവേദനയാണ്. ഈ നോമ്പ് കാലത്ത് പോലും ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ആളുകൾ പലസ്തീനെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട്. ഇപ്പോൾ ഗാസയിൽ കാണാൻ വഴിയില്ല പെരുന്നാൾ. പലസ്തീൻ സമാധാനത്തോടുകൂടി നോമ്പ് ആഘോഷിച്ചിട്ട് എത്രയോ കൊല്ലങ്ങളായി കാണും. റംസാൻ പ്രമാണിച്ചെങ്കിലും ഒരു ഇടനിർത്തൽ പറഞ്ഞപ്പോൾ നെതന്യാഹു പറഞ്ഞു വേറെ പണി നോക്കാൻ. എല്ലാവരും അറിയുക, നെതന്യാഹുവിൻ്റെ നാട്ടിൽ ഇസ്രയേലിൽ ഏറ്റവും വലിയ നെതന്യാഹു വിരുദ്ധ ജനമുന്നേറ്റം നടക്കുകയാണിപ്പോൾ. ജനങ്ങൾ ഇസ്രയേലിൽ അയാൾക്കെതിരായി തെരുവിലാണിപ്പോൾ. അയാളെ ജനങ്ങൾ തൂത്തെറിയും. ലോകരാഷ്ട്രീയത്തിലെ നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബെഞ്ചമിൻ നെതന്യാഹു. രാഷ്ട്രീയ സുഹൃത്ത്, ഐഡിയോളജിക്കൽ ഫ്രണ്ട്സ്, പ്രസിഡൻസ് ഫ്രണ്ട്സ്, ഇതെല്ലാമാണ് നെതന്യാഹു നരേന്ദ്രമോദിക്ക്. അയാളുടെ കാൽ കീഴിലെ മണ്ണ് ചോർന്നു പോവുകയാണ്. അത് മോദിക്കുള്ള മുന്നറിയിപ്പാണ്. ആ ഇസ്രയേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിൽ എന്താണ് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള സ്ഥാനാർത്ഥി ശശി തരൂർ പറഞ്ഞത്? അദ്ദേഹം പ്രസംഗിച്ചത് കോഴിക്കോട്ട് മുസ്ലിം ലീഗ് റാലിയിലാണ്. അദ്ദേഹം പറഞ്ഞു, ഇസ്രയേലും ഹമാസും സമാസമാണ്.